തുലാക്കൂറുകാരെ സംബന്ധിച്ച് ചിത്തിരയുടെ അരഭാഗവും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും കൂടിയതാണ്. അപ്പോൾ ഈ കൂറുകാരെ സംബന്ധിച്ച് ഇവർക്ക് ഏറ്റവും നല്ല സമയമാണ് വ്യാഴം 9-ലാണ്, ശനി 6-ലാണ്. ശനി 6-ലെ എല്ലാ ശത്രുക്കളെയും മാറ്റാൻ ഹനിക്കാൻ കഴിവുള്ള ഒരു സമയമാണ് ശനീശ്വരന്. അപ്പോൾ അവിടെ വ്യാഴവും നല്ലതാണ്. ഇവിടെ കേതുവും ഇവർക്ക് നല്ലതാണ്. കേതു 11-ലാണ്. അപ്പം പാപഗ്രഹങ്ങളാണെങ്കിലും കേതുവിന് നല്ലതാണ്. അപ്പം അത്ര നാള് ഈ തുലാക്കൂറുകാരിൽ ഉള്ള ആൾക്കാർക്ക് ബാങ്കോ അല്ലെങ്കിൽ കോടതിയോ വ്യവഹാരമോ കേസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ ഏറ്റവും നല്ല സമയമാണിത്. അപ്പം അതെന്താണെന്ന് മനസ്സിലാക്കി അത് പെട്ടെന്ന് അങ്ങനെ മാറിപ്പോകുന്നല്ല, അതിനോടുകൂടി അനുബന്ധിച്ച് നമ്മൾ വർക്ക് ചെയ്യണം. അതിൻ്റെ ബാധ്യതകൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ ഗഡുക്കളായിട്ട് അഴിക്കാനും അത് തീർത്ത് കളയാനും പറ്റുന്ന ഒരു സമയമാണ് തുലാക്കൂറുകാർക്ക്. പിന്നെ വ്യാഴം 9-ലായതുകൊണ്ട് സർവ്വ ഈശ്വരകാരകത്വം അവർക്കുണ്ട്. അപ്പോൾ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ മാത്രമല്ല സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോകണം, വേല് വഴിപാട് കൊടുക്കണം, പിന്നെ പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം ചെയ്യണം. അതൊക്കെ മാസത്തിലൊരിക്കോ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് പറ്റത്തക്ക വഴിപാടുകളൊക്കെ ഒന്ന് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഇവിടെ ശനി 6-ലാണ്. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ശത്രുക്കൾക്കൊന്നും ചെയ്യണ്ട, അത് തന്നെ ഹനിച്ചു പൊക്കോളും. അവർ തന്നെ സ്വയം നമ്മളോട് വൈരാഗ്യം വെച്ച് പുലർത്തിയത് എന്തിനാണെന്ന് മനസ്സിലാക്കി അവർ തന്നെ അത് മാറ്റി തിരിച്ചു വരും. നമ്മളത് മനസ്സിലാക്കി മുന്നോട്ട് പോകും. നമ്മളൊന്നും തിരിച്ചു ചെയ്യേണ്ട ഒരു സമയമല്ലാന്ന്. അപ്പം അത്ര ഒരു നല്ലൊരു സമയമാണ് നമ്മുടെ തുലാക്കൂറുകാരെ സംബന്ധിച്ച്. അപ്പോൾ അവർ കേതു ഉണ്ട്, നമുക്ക് ബാധ്യതകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റാൻ പറ്റുന്നൊരു സമയമാണ്. വ്യാഴം നമുക്ക് നല്ല അനുഗ്രഹ സ്ഥാനത്ത് നിൽക്കുകയാണ്, ശനീശ്വരനാണെങ്കിലും. പിന്നെ ഇവിടെ ഉള്ളത് രാഹുവാണ് 5-ല്. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്കാണെങ്കിലും സ്കിന്നിലെ രോഗങ്ങളെ വരാനായിട്ട് സാധ്യതയുണ്ട്. അത് നന്നായി ഒന്ന് ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ വരും. പിന്നെ അതേപോലെ കേതുവിൽ ഈ കേതു ഭാഗ്യസ്ഥാനത്താണ്, ലാഭസ്ഥാനത്താണെങ്കിലും ഉദര സംബന്ധമായ ഭാവത്തിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ വരാനായിട്ട് വയറിൽ ഉദരത്തിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ നന്നായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ എന്ത് പ്രശ്നവും മാറും. ഞാൻ പറഞ്ഞോണം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോവാം. ഇതാണ് ഈ തുലാക്കൂറുകാർക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഈ വർഷം. അപ്പോൾ അതൊക്കെ ചെയ്താൽ ഏറ്റവും നല്ല ഫലങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്.